ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് ഓൺ വോയിസ് കൊടുത്തൊരു വീഡിയോ ചെയ്യാണ്. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കപ്പപ്പുഴുക്കാണ് ഉണ്ടാക്കുന്നത്, വാട്ടുകപ്പയും കടലയും കൂടി. ഇതിനായിട്ട് ഞാൻ കപ്പയും കടലയും വേറെ വേറെ പാത്രത്തിലായിട്ട് ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേനും കപ്പയും കടലയെല്ലാം അത്യാവശ്യം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്ന് കഴുകിയെടുക്കുന്നതാണ്. കപ്പ ഒരു 3-4 പ്രാവശ്യം നന്നായി ഒന്ന് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കപ്പ കഴുകിയെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ഇതൊന്ന് 2 പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റുന്നുണ്ട്. അപ്പം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിളക്കട്ടെ, ഒരു 10 മിനിറ്റ് തിളക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കടല വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ കടലയും നന്നായി ഇതേപോലെ ഒരു 3-4 പ്രാവശ്യം കടല കഴുകുന്നുണ്ട്. കപ്പയും കടലയും കൂടി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സെപ്പറേറ്റ് ആയും വെക്കാം, ഞാൻ കടല ഇട്ടിട്ടാണ് വെക്കുന്നത് ഇപ്പോൾ. ഇനി ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇടുന്നുണ്ട് കഴുകിയതിന് ശേഷം. ഇതിനകത്ത് ഞാനിപ്പം വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ, വേറെ പൊടികളും ഉപ്പൊന്നും ചേർക്കുന്നില്ല. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് വെന്തിട്ടിട്ട് അതിനായിട്ട് ഇത് മൂടി വെച്ച് ഒരു 5 വിസിലടുപ്പിക്കാം നമുക്ക്. അപ്പോൾ കുക്കറിൽ വെള്ളം ഒഴിച്ച് കടലിട്ടിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കപ്പ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായി ഊറ്റിക്കളയാം. ഇതിൽ എല്ലാ വെള്ളവും ഊറ്റുക, നമുക്ക് വെള്ളം വേണ്ട. ഇനി ഒന്നും കൂടി തിളപ്പിക്കണം. അപ്പോൾ ഇതിലുള്ള വെള്ളം നമ്മൾ ഊറ്റിക്കളയാം. വെള്ളം മൊത്തം ഊറ്റിയതിന് ശേഷം അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഒന്നും കൂടി അടുപ്പത്ത് വെക്കാം. ഇത് അതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മളെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 വിസിലായാൽ ഞാൻ ഈ സ്റ്റൗ ഓഫ് ആക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ഓഫാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ആക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മുളക് പൊടി, ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിൽ ഇടാം, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് സിനമൺ പൗഡർ, ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കരിയാണ്ട് നോക്കണേ, ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ചെറിയൊരു കളറ് മാറിയതിന് ശേഷം നമുക്കിത് എടുക്കാം. ഇനി അതിനകത്ത് ഞാൻ ഒരിത്തിരി പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർക്കുന്നുണ്ടോ. പെരിഞ്ജീരകം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് ഒരു അരമുറി തേങ്ങ ഞാൻ ചിരങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇതിടാം. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ അരമുറി തേങ്ങ, അതിൻ്റെ കൂടെ ഈ ചൂടാക്കിയ പൊടികൾ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ഒരു മിക്സീൻ്റെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെള്ളം ചേർക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി, ഒന്ന് ഒതുങ്ങി കിട്ടിയാലും മതി. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഇത് ഉപ്പ് ഈ വറവിലേക്കുള്ള മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് അരച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ കപ്പ ഇപ്പം ഒന്നും കൂടി തിളച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. ഈ വെള്ളവും നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ ഈ വെള്ളം മൊത്തം ഊറ്റിയതിന് ശേഷം കപ്പ മാത്രം എടുക്കാം. ഇപ്പോൾ നമ്മളെ കുക്കറിൽ എയറെല്ലാം പോയിട്ടുണ്ട്. നമ്മളെ കടല അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഈ കടലയിൽ വെള്ളം ബാക്കിയുണ്ട്, ആ വെള്ളം തന്നെ മതി നമുക്ക് ഒന്നും കൂടി വേവിക്കാൻ. അപ്പോൾ ഈ നമ്മൾ വെന്ത കപ്പ്, തിളപ്പിച്ചെടുത്ത കപ്പ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഊറ്റിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്ത അരപ്പും കൂടി ഈ കടലയിലേക്ക് ഇടുക. കപ്പയും കടലയും ഈ അരപ്പും കൂടി ഒന്നും കൂടി നമുക്കൊന്ന് വിസിലടുപ്പിച്ചെടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല. പിന്നെ ഉപ്പ് നേരത്തെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, ബാക്കി ഉപ്പ് നോക്കിയിട്ട് ഇപ്പം ചേർത്തെടുക്കാം. ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊരു 3 വിസിലടിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരും എല്ലാം കൂടി. അതിനായിട്ട് 3 വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് വിസിലടിച്ച് വന്നിട്ടുണ്ട്. ഒരു 3 വിസിലാകുമ്പോൾ സ്റ്റൗ ഓഫ് ആക്കാം. അതിൽ എയർ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വറവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് കുറച്ച് വറ്റൽമുളക്, പിന്നെ നമ്മളെ ചെറുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഒരിത്തിരി പെരിഞ്ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഈ കടുകിൽ കിടന്ന് പൊട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതിനായിട്ട് പെരിഞ്ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മളെ കുക്കറിലെ എയർ കളഞ്ഞിട്ട് ഇത് അതിലേക്ക് ഇടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ നമ്മൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ കളർ മാറിയാൽ മതി. നമ്മളെ കുക്കർ ലെയർ പോയതിന് ശേഷം നമ്മൾ ഇത് നോക്കുക, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഒരു വെള്ളമെല്ലാം കറക്റ്റ് പാകത്തിനുള്ള എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. കടലയും കപ്പയും എല്ലാം കൂടി നമ്മൾ കപ്പയും കടലും നന്നായി വെന്താൽ മാത്രം അത് തിന്നെ. ഒരു പുഴുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഉടഞ്ഞു കിട്ടണ്ടേ, ആ ഒരു പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മൂപ്പിച്ചെടുത്ത വറവ് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കപ്പയെല്ലാം നന്നായി ഉടച്ചുടച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് കഴിക്കാം. നല്ല കാന്താരി ചമ്മന്തി എല്ലാം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ നാരങ്ങച്ചാറും കൂടി കഴിച്ചോ. ഏട്ടൻ്റെ ഒരു ഓംലേറ്റും ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.